പലതും പരസ്യമായിട്ട് എനിക്ക് തോന്നി, പരസ്യം മാത്രമായിട്ട് തോന്നി. സിനിമ സ്റ്റാർസൊക്കെ വരുന്നതും എല്ലാം ഒരു ക്രിയേറ്റീവായിട്ട് തോന്നി. പക്ഷെ അതല്ല. വീഡിയോ കണ്ടിട്ടേ ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ, ഇങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടോ, ഇങ്ങനത്തെ സ്റ്റാഫുകൾ ഉണ്ടോ? അപ്പോൾ നേരിട്ട് വന്നിട്ട് മാത്രമാണ് ഞാൻ കൺഫേം ആക്കുള്ളൂ പറഞ്ഞൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ കാവശ്ശേരി പൂരത്തിനാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എയർ ആംബുലൻസിൻ്റെ ഓണറാണെന്ന് അറിയുന്നു. അന്ന് ഇദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ പുള്ളി അദ്ദേഹം മറന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ കടയിൽ ഇതിന് മുമ്പൊരു പ്രാവശ്യം വന്നെങ്കിലും പുള്ളി കാണാൻ പറ്റിയില്ല. ഇന്ന് നേരിട്ട് വന്നു. ഇന്ന് കണ്ടപ്പോൾ ഈ കടയിൽ ചെന്ന് ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ പലതും പരസ്യമായിട്ട് എനിക്ക് തോന്നി, പരസ്യം മാത്രമായിട്ട് തോന്നി. സിനിമ സ്റ്റാർസൊക്കെ വരുന്നതും എല്ലാം ഒരു ക്രിയേറ്റീവായിട്ട് തോന്നി. പക്ഷെ അതല്ല, സത്യമാണ്. ഇന്ന് നേരിട്ട് ഇദ്ദേഹത്തെ കൂടുതൽ ഇടപഴകാനും കാര്യങ്ങൾ അറിയാനും കഴിഞ്ഞപ്പോൾ ഈ കടയിലെ സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു ഓണറാണ്, നല്ലൊരു സ്ഥാപനമാണ്. എല്ലാവർക്കും നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഏറ്റവും വിലയിൽ ഒതുങ്ങുന്ന ഏറ്റവും നല്ല തുണിത്തരങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ആരും ഇത് മോശമായിട്ട് കാണുന്നുണ്ട്. ഇതൊരു പരസ്യമല്ല. എനിക്ക് ഇന്നാണ് അത് ബോധ്യപ്പെട്ടത്. അത് അറിയാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഈ വഴിക്ക് ചെന്നപ്പോൾ ഒന്ന് കയറിയത്. ഈ രാജു എന്ന് പറഞ്ഞ ഈ ഓണറെ കണ്ടു, ആദ്യം സ്റ്റാഫിനെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞു. ഞാനും കുറച്ച് പർച്ചേസ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇദ്ദേഹത്തെ ഒന്നുകൂടി കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് അത് മനസ്സിലായത്. എയർ ഹാൻഡ്ലൂംസ് എല്ലാവർക്കും ഒതുങ്ങുന്ന നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ തരുന്നതെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. അതറിയിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് അദ്ദേഹത്തോടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം. ഇങ്ങനെ ഒരുപാട് ചേട്ടന്മാർ പല സ്ഥലത്തു നിന്ന് വന്നിട്ട് നമ്മൾ ആശംസകൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് നേരിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണ് നിറയാണ് സത്യത്തിൽ. അപ്പോൾ എന്തായാലും എല്ലാ ചേട്ടന്മാരും, എല്ലാ സബ്സ്ക്രൈബേഴ്സും, എല്ലാ ഫോളോവേഴ്സും വലിയ നന്ദി മാത്രം. താങ്ക് യു.